നമസ്കാരം. ജനപ്രിയ വീഡിയോ പ്ലാറ്റ്ഫോമായ യൂട്യൂബിന് ഇന്ന് 20 വയസ്സ്. വിനോദമായും വരുമാനമായും ലോകത്തിൻ്റെ ഗതി മാറ്റിയ വീഡിയോ പ്ലാറ്റ്ഫോമായ യൂട്യൂബിൻ്റെ പിറവി 2 പതിറ്റാണ്ട് മുൻപ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പോലൊരു പ്രണയദിനത്തിൽ തന്നെയായിരുന്നു. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ 2 കിഡ്സ് അടക്കി വാഴുന്ന യൂട്യൂബ് 80 കിഡ്സിൻ്റെ തലയിൽ ഉദിച്ച ഒരു ആശയമായിരുന്നു. 2005 ഫെബ്രുവരി 14 യൂട്യൂബ് ആരംഭിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി യൂട്യൂബ് ലോഞ്ച് ചെയ്തത് 2005 ഡിസംബർ 15 ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനമായ പേയ്പാൽ കമ്പനിയിലെ മുൻ ജീവനക്കാരായിരുന്ന സിറ്റിവ് ഷെൻ, ചാഡ് ഹെർലി, ജാവേദ് കരീം എന്നീ 3 ചെറുപ്പക്കാർ ചേർന്നായിരുന്നു യൂട്യൂബിന് തുടക്കമിട്ടത്. ഇതിൽ ജാവേദ് തന്നെയായിരുന്നു ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തത്. മീ അറ്റ് ദ സൂ എന്ന് പേരിട്ടിരുന്ന 19 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പായിരുന്നു അന്ന് ജാവേദ് അപ്ലോഡ് ചെയ്തത്. 2005 ഏപ്രിൽ 23 അപ്ലോഡ് ചെയ്യപ്പെട്ടത്. ക്ലിപ്പിൽ സാന്റിയാഗോ മൃഗശാലയിൽ ആനകൾക്ക് മുന്നിൽ ജാവേദ് നിൽക്കുന്നതായിരുന്നു ഉള്ളടക്കം. എന്നാൽ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാവേദിൻ്റെ സുഹൃത്തുക്കൾ ചിത്രീകരിച്ച വീഡിയോ 2005 മെയ്യിൽ യൂട്യൂബ് തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് ചിത്രീകരിച്ചത്. ഗുണനിലവാരം കുറവാണെങ്കിലും വീഡിയോ ഡിജിറ്റൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്നതിന് തുടക്കമായിരുന്നു ആ വീഡിയോ. ജാവേദിൻ്റെ സുഹൃത്തായ യാക്കോവ് ലാപ്റ്റിസ്കിയാണ് ഈ വീഡിയോ അന്ന് ഷൂട്ട് ചെയ്തത്. ആകെ 67 ജീവനക്കാരുമായി നഷ്ടത്തിലോടിയിരുന്ന യൂട്യൂബിനെ 2006 $1.65 ബില്യൺ കരാറിൽ ഗൂഗിൾ ഏറ്റെടുത്തതോടെ ആ മാധ്യമത്തിൻ്റെ മുഖച്ഛായ മാറി. 2014 യൂട്യൂബിൻ്റെ സിഇഒയായി സൂസൻ വിജ്രസ്കി ചുമതലയേറ്റതോടെ അതിവേഗമായി വളർച്ച. വാർത്താ മാധ്യമങ്ങളും സിനിമയും വ്യവസായവും രാഷ്ട്രീയവും എല്ലാം യൂട്യൂബിലേക്ക് ചേക്കേറി. വളർത്താനും തളർത്താനും യൂട്യൂബ്, പ്രതികരിക്കാനും പ്രശംസിക്കാനും യൂട്യൂബ്, ഓരോ വീഡിയോകൾക്കും കിട്ടുന്ന വ്യൂവും ലഭിക്കുന്ന കമൻറ്റും ലൈക്കും ഡിസ്ലൈക്കും എല്ലാമായി ജനാധിപത്യത്തിൻ്റെ ഡിജിറ്റൽ മുഖമായി യൂട്യൂബ് മാറി. ദിവസം 20 ദശലക്ഷം ആക്റ്റീവ് യൂസേഴ്സ് യൂട്യൂബിലെത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ. കയ്യിലുള്ള വീഡിയോ പരസ്പരം പങ്കിടാൻ സാധിക്കാതെ വന്നപ്പോഴാണ് യൂട്യൂബ് എന്ന ആശയം വന്നതെന്ന് യൂട്യൂബിൻ്റെ ആദ്യ സിഇഒയും സഹസ്ഥാപകനുമായിരുന്ന ചാഡ് ഹെർലി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ വലിപ്പവും പ്ലെയർ ഫോർമാറ്റുമായിരുന്നു യൂട്യൂബിന് ആദ്യകാലത്ത് നേരിടേണ്ടി വന്ന പ്രധാന പ്രതിസന്ധി. 2005 ആരംഭിച്ചപ്പോൾ ആളുകൾക്ക് ഡേറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് യൂട്യൂബ് തുടങ്ങിയതെന്നൊരു കഥയുമുണ്ട്. പക്ഷേ ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. ഇതോടെയാണ് രീതി മാറിയത്. ഇന്ന് കഥ മാറി. യൂട്യൂബിനെ അറിയാത്ത ആളുകളില്ല എന്ന് തന്നെ പറയാം. വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ന് യൂട്യൂബിനെ തങ്ങളുടെ പ്രധാന ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് പലരുടെ വരുമാന മാർഗവും യൂട്യൂബ് തന്നെയാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായ കണ്ടന്റുകൾ കൊണ്ടും രസം പിടിപ്പിച്ചും തലമുറകളെ ഒപ്പം കൂട്ടി യൂട്യൂബ് മുന്നേറുകയാണ്. ഷോർട്സുകളുടെ രൂപത്തിലും യൂട്യൂബ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നു. പരസ്യം തന്നെയാണ് യൂട്യൂബിൻ്റെ പ്രധാന വരുമാന സ്രോതസ്. യൂട്യൂബ് പ്രീമിയം പോലുള്ള പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ ബിസിനസ്സുകളിൽ നിന്നും കമ്പനി പണമുണ്ടാക്കുന്നുണ്ട്. 2024 യൂട്യൂബ് പ്രീമിയം 100 മില്യൺ ഉപഭോക്താക്കളെയാണ് സ്വന്തമാക്കിയത്. സൂപ്പർ ചാറ്റ്, ചാനൽ മെമ്പർഷിപ്പ്, മർച്ചന്റ് സൈറ്റ് എന്നിവ പോലെ മറ്റ് പല വഴികളിലൂടെയും ക്രിയേറ്റർമാർക്ക് പണമുണ്ടാക്കാൻ സഹായിക്കുന്ന ടൂളുകളും യൂട്യൂബ് വികസിപ്പിച്ചിട്ടുണ്ട്. മിക്ക സന്ദർഭങ്ങളിലും ക്രിയേറ്റർമാരും യൂട്യൂബും ഈ ചാനലുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പങ്കിടുന്നു. റിപ്പോർട്ട് അനുസരിച്ച് പരസ്യങ്ങളിൽ നിന്ന് മാത്രം 2024 അവസാനത്തിൽ യൂട്യൂബിന് ലഭിച്ചത് $10.47 ബില്യൺ. ഈ വരുമാനത്തിന് മുഖ്യ കാരണമായത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിൽ 45 ദശലക്ഷത്തിലധികം ആളുകൾ യൂട്യൂബിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം കണ്ടുവെന്നും ഗൂഗിളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.